ഇത് എവിടെയാണ് ഇപ്പോ സ്ഥലം? ഇവിടെ പിന്നെ മീനൊക്കെ പിന്നെ ഏത് സമയത്താ സാധാരണ വരല്? മീൻ രാവിലെ വരും. രാവിലെ എത്ര മണിക്ക്? രാവിലെ എത്ര മണിക്ക് സമയമൊന്നുമില്ല. രാവിലെ 6-7 മണിയോട് കൂടെ സ്റ്റാർട്ട് ചെയ്യും. ആ, ഇതില് 2 സൈസ് പിന്നെ വണ്ടികളും ഉണ്ടല്ലേ പിടിക്കാൻ? തോണി, വെള്ളക്കാര്, വെള്ളക്കാരിന്റെ വെള്ളം, ചെറിയ വെള്ളം, അതിന്റെ ചേർത്ത് അങ്ങനെ ഓരോ വെള്ളക്കാര്. എല്ലാ ഒരുപാട് ഐറ്റംസ് പഠിക്കാറുണ്ട്. അത് ശരി. ആ, നല്ല അധ്വാനാണല്ലോ. പരിചയപ്പെട്ടാലേ വേണ്ട വേണ്ട, പരിചയപ്പെട്ടാലേ ഞാൻ തരാ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അനീഫ. അനീഫാക്ക് എന്താ ജോലി? അനീഫാക്ക് ഇതേമായി തന്നെ മീൻ കച്ചവടം തന്നെ. മീൻ കച്ചവടം തന്നെ. മീൻ കച്ചവടം. ആ, പിന്നെ ഞാൻ വെട്ടിച്ചറ. വെട്ടിച്ചറ എവിടെ? ആ, വെട്ടിച്ചറ എവിടെ? കഞ്ഞിപ്പീടിയ. കഞ്ഞിപ്പീടിന്റെ ഇതെന്താ പേര്? കഞ്ഞിപ്പീടിന്റെ അടുത്താ. ഇതെന്താ പേര്? ആ, കഞ്ഞിപ്പീടി. അല്ല, പണിക്കാരനാണോ അതോ? മുഖമൊക്കെ കാണും, എല്ലാം കാണും. എടുത്ത് ഞാൻ നിങ്ങളെന്താ പേര്? ഇല്ല, വെള്ളത്തിൽ കളിച്ചു കാണി നടക്കണ അരണ്ട. ഇത് മീനിനെ പിടിച്ചാൽ അത് പിന്നെ കൂലിയിടൂല. മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂലിയിടും. പാറും ചെയ്യും, വെള്ളത്തിൽ കൂലിയിട്ട് പോവുകയും ചെയ്യും. ഇല്ല, എരണ്ട. ഇതിൻ്റെ പേരാണ് എരണ്ട. ഇത് താണൂര് കടപ്പുറം. ഇതാ മീൻ ഇങ്ങനെ വന്നിട്ട് ലേലം ചെയ്ത്, ഇതാ മീനിങ്ങനെ വന്ന് ലേലം ചെയ്ത് ഇങ്ങനെ വിടുന്ന സ്ഥലം. ഇതാ മീൻ നെല്ലൊക്കെ വന്നിക്കണ്. ഒരു 8 മണിയാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് വരും. പേരെന്താ? ആ, സിജുവിന് നിത്യത്തെ തന്നെ പണി? തോണിയിൽ മീൻ പിടിക്കാനാ? ആ, ഇതിപ്പോ ഈ കടപ്പുറം ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ? താണൂര് കെട്ടുങ്ങൽ അല്ലേ? പരപ്പനങ്ങാടി കെട്ടുങ്ങൽ. ആ, താണൂർ തൊഴിൽത്തീര ആ ഭാഗത്തില്ലേ? അത് ശരി. ആ, ഇവിടെ നിത്യങ്ങൾ ഈ ഇങ്ങനെ കക്ക പിടിച്ചാൻ വരുമോ? അത് ശരി. രാവിലെ ഈ കക്ക കിട്ടുള്ളൂ? ആ, ഷർഫുമായി കുത്തുന്നാണ്ട് പിന്നെ തെരഞ്ഞിടുന്നുണ്ടല്ലോ. ഒരു കടപ്പുറം 6:45 സമയത്ത് രാവിലെ 15-ാം തീയതി താണൂർ കടപ്പുറം ബീച്ചിലാണിപ്പോൾ. ഇതാ സർഫ് അവിടെ അങ്ങനെ നടക്കണ്. നമ്മളായിട്ട് പരിചയപ്പെട്ട ഒരാൾ കാലിയാണ്. രാത്രി വൈകുന്നേരം നല്ല ആളുണ്ടാവും ഇവിടെ. സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. കടലതാ കാണുന്നു. കക്ക താണൂരിന്ന് ആ അയ്മാവത്ത് കൂടുന്ന സ്ഥലത്തുനിന്ന് പിന്നെ വാങ്ങിച്ചു പോകുന്നതാണ്. ഇത് കക്കയാണ്. ഒക്കെ ജീവനുണ്ട്. ഇത് തിളപ്പിച്ച് ജീവൻ കെട്ടിയിട്ട് എടുത്തിട്ടാണ്
ഇതിൽ ചിലപ്പം മുത്തൊക്കെ ഉണ്ടാവും, ആർക്കാ കിട്ടുകയെന്നറിയില്ല. ഇതാ ജീവനോട് കൂടെ ഇതാ ഇതിൽ ഇട്ട് വെച്ചിട്ട് പച്ചവെള്ളത്തിൽ നമ്മൾ ഉപ്പില്ലാത്ത വെള്ളത്തിലായപ്പോൾ മൂപ്പന്മാർ ഒക്കെ തൊള്ള കൂട്ടിക്കണ ചെല്ല്. ഇതൊന്ന് കഴുകിയിട്ട് തിളപ്പിച്ചിട്ട് ഇടുകയാണ് ഇൻഷാ അല്ലാഹ്.